ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ, യാന്ത്രിക ശീല പ്രവർത്തനം മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലെയും ഏത് മേഖലകളിലെയും വിജയത്തിന്റെ സക്സസിന്റെ ഏറ്റവും അടിസ്ഥാന രഹസ്യം, ഏറ്റവും ശക്തമായ രഹസ്യം. പക്ഷെ അത് എന്താണെന്ന് പറയുമ്പോൾ ഇതാണ് ഇത്ര വലിയ കാര്യമെന്ന് 90% ആളുകളും തള്ളിക്കളയും. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും 90% ആളുകളും പരാജയപ്പെടുന്നു, 10% ആളുകൾ മാത്രം വിജയിക്കുന്നു. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും, ഏത് കരിയർ ആകട്ടെ, സാമ്പത്തിക ശേഷി ആർജിക്കുന്ന കാര്യമാകട്ടെ, ഏത് മേഖല, കല, കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലും, മറ്റെന്തെങ്കിലും കരിയർ, മത്സര പരീക്ഷകൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും 90% ആളുകളും പിന്തള്ളപ്പെട്ടു പോകുന്നു, 10% ആളുകൾ മാത്രം വിജയിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷന്റെ പവർ തിരിച്ചറിയുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുന്ന ആ 10% ഗണത്തിൽപ്പെടുന്നത്. സാമ്പത്തിക ശേഷി ഉൾപ്പെടെ. കാരണം സാമ്പത്തിക ശേഷി എന്ന് എല്ലാ വീഡിയോകളിലും അടിവരിയിട്ട് പറയാൻ കാരണം ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് സാമ്പത്തിക വിജയം. കാരണം മറ്റേതെല്ലാം മേഖലകളിലും എന്തെല്ലാം നേടിയിട്ടും സാമ്പത്തികം കൂടെ നേടാനായില്ല എങ്കിൽ ജീവിതം ദുരിതമായിരിക്കും. മറ്റൊന്നും നേടിയില്ല എങ്കിലും സാമ്പത്തികം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതം ബുദ്ധിമുട്ടുകളില്ലാതെ നടപ്പാക്കി കൊണ്ടുപോകാനും കഴിയും, അല്ലെങ്കിൽ മനോഹരമായി നടപ്പാക്കാൻ കഴിയും. ഏതായാലും യാന്ത്രിക ശീല പ്രവർത്തനം അഥവാ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ എന്നാൽ എന്താണെന്ന് നോക്കാം. അത് മടുത്തു പോകാതെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ വിജയം ആഗ്രഹിക്കുന്നവർ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് കേൾക്കുമ്പോൾ ഇതാണോ ഇത്ര വലിയ കാര്യമെന്ന് ആളുകൾക്ക് തോന്നിപ്പോകുന്നൊരു കാര്യമാണ്. ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ, സിമ്പിൾ, എല്ലാ റോക്കറ്റ് സയൻസ് മാറ്റിവെച്ച് ഇത് പലപ്പോഴും പലയിടങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നാം ചെയ്യേണ്ടത് എന്ത്, ചെയ്യരുതാത്തത് എന്ത് എന്നൂടെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ വ്യക്തത വരുത്തിയാൽ അത് തീർച്ചയായിട്ടും ഗുണകരമാകും. നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാകാം ഇതൊരു പക്ഷേ. നമ്മൾ ബൈക്ക് ഓടിക്കുന്നതോ കാർ ഓടിക്കുന്നതോ ആണ് അതിൻ്റെ ഏറ്റവും ഇന്നത്തെ കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണം. ബൈക്ക് ഓടിക്കുന്നതോ കാർ ഓടിക്കുന്നതോ. കാർ ഓടിക്കാനോ ബൈക്ക് ഓടിക്കാനോ പ്രാവീണ്യം, വൈദഗ്ധ്യമുള്ള ഒരാൾ കാർ ഓടിക്കുന്നതോ ബൈക്ക് ഓടിക്കുന്നതോ അറിഞ്ഞല്ല ഓടിച്ചു പോകുന്നത്, നാം അറിയാതെ നടപ്പാക്കപ്പെടുന്നു. ഇത് ബൈക്ക് ഓടിക്കാനോ കാർ ഓടിക്കാനോ അറിയാത്ത ആളുകൾക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഹോം ടൗണിൽ നിന്ന്, തൻ്റെ നഗരത്തിൽ നിന്ന്, തൻ്റെ ടൗണിൽ നിന്ന് വീട്ടിലേക്ക് കാറോ ബൈക്കോ ഓടിച്ചു പോകുമ്പോൾ ഓർത്തൊന്നും ചെയ്യേണ്ടതില്ല. എഞ്ചിൻ ഓൺ ആക്കണം, അല്ലെങ്കിൽ എഞ്ചിൻ ഓൺ ആക്കണം, അതിനുശേഷം ഫുള്ള് ക്ലച്ച് കൊടുക്കണം, ഫസ്റ്റിലേക്ക് ഇടണം, മെല്ലെ ആക്സിലറേറ്റർ കൊടുക്കണം, മെല്ലെ ക്ലച്ച് എടുക്കണം. അങ്ങനെ ഓരോന്നോരോന്ന്. അതുപോലെ തന്നെ എത്ര അളവിൽ സ്റ്റിയറിംഗ് തിരിക്കണം, എത്ര അളവിൽ ബ്രേക്ക് കൊടുക്കണം, ഇനി ബൈക്ക് ആണെങ്കിൽ എത്ര അളവിൽ ഹാൻഡിൽ തിരിക്കണം, എത്ര അളവിൽ ബ്രേക്ക് കൊടുക്കണം, എത്ര അളവിൽ ക്ലച്ച് കൊടുക്കണം. ഇതൊന്നും നാം അറിയേണ്ടതില്ല. വണ്ടി വീട്ടിലെത്തും, നാം അറിയാതെ വണ്ടി വീട്ടിലെത്തും. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അറിയാത്തവർ പോലും ചിന്തിച്ചു നോക്കൂ. ഓരോന്ന് ഓർത്തോർത്ത് ചെയ്യേണ്ടതില്ല. അത് നാം അറിയാതെ തന്നെ ഒരു എമർജൻസി ഫോൺ കോൾ കൂടി ഉണ്ടെങ്കിൽ ശ്രദ്ധ അതിലായിരിക്കും. പക്ഷേ ബ്ലൂടൂത്തിലോ മറ്റോ നിയമപ്രകാരം തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ബ്ലൂടൂത്തിലോ മറ്റോ, അല്ലെങ്കിൽ സ്പീക്കർ ഓൺ ചെയ്തോ മറ്റോ ഒരു ഫോൺ കോളോ മറ്റോ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാളിനോട് ഒരു എമർജൻസി കാര്യം സംസാരിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാം ഇതൊന്നും അറിയേണ്ടതില്ല. എത്രാമത്തെ വളവിലാണ്, എത്രാമത്തെ ലെഫ്റ്റ് എടുക്കണം, അതൊന്നും ഹോം ടൗണിൽ നിന്ന് വീട്ടിലേക്കാണെങ്കിൽ എത്രാമത്തെ ലെഫ്റ്റ് എടുക്കണം, അതിനുശേഷം എത്രാമത്തെ റൈറ്റിൽ തിരിയണം, അതൊന്നും നാം ഓർക്കേണ്ടതില്ല. എത്ര അളവിൽ ക്ലച്ച് താങ്ങണം, എത്ര അളവിൽ സ്റ്റിയറിംഗ് തിരിക്കണം, എത്ര അളവിൽ ബ്രേക്ക് കൊടുക്കണം, എത്ര അളവിൽ ഹാൻഡിൽ തിരിക്കണം, ഇതൊന്നും ഓർത്തോർത്ത് ചെയ്യേണ്ടതില്ല. നാം അറിയാതെ വണ്ടി വീട്ടിലെത്തും. ഇത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ. നാം അറിയാതെ നടപ്പാക്കുന്ന ആ ശേഷിയുടെ പേരാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ. ഈ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതാണ് സിമ്പിൾ. അതും സിമ്പിളാണ്. അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച കാര്യങ്ങൾ മാത്രമേ. ആവർത്തനം, ഇവിടെയാണ് ആ 90% ആളുകളും അടുത്തു പോകുന്നത്. അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച കാര്യങ്ങൾ മാത്രമേ. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാലയളവായിരിക്കും. ഇപ്പം ഡ്രൈവിംഗ് പരിശീലിക്കാൻ പോയാലും അത് നിശ്ചിത കാലയളവ് ആവർത്തിക്കുമ്പോഴാണ് അത് നമുക്ക് സ്വായത്തമാകുന്നത്. എല്ലാവർക്കും ഒരേ കാലയളവ് ആകണമെന്നില്ല. പല ഘടകങ്ങൾ കൊണ്ടും, പാരമ്പര്യമായി പോലും കൈവരുന്ന പല ഭയങ്ങൾ, പല പാസ്റ്റ് കണ്ടീഷനിങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളെയും ആസ്പദമാക്കിയാണ് ഓരോരുത്തർക്കും എത്ര കാലയളവ് എടുക്കുമെന്ന് തീരുമാനിക്കുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, നീന്തൽ പഠിക്കാൻ പോകുന്ന 2 കുട്ടികൾ, അതിൽ ഒരു കുട്ടിയുടെ മുത്തശ്ശിയോ മറ്റോ വെള്ളത്തിൽ വീണ് അപകടപ്പെടുന്നത് കണ്ട് വെള്ളത്തിനോട് ഭയമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരുപക്ഷെ കുറച്ച് കാലം അധികം എടുക്കേണ്ടി വരും ആ നീന്തലിനെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യാനും. അത് ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും, അത് മാനസികമായ കാര്യങ്ങളാകട്ടെ, ശാരീരികമായ കാര്യങ്ങളാകട്ടെ, എല്ലാം തന്നെ ആവർത്തനത്തിന്റെ മാത്രം ഫലമാണ്. അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതായാലും വീണ്ടും തുടർന്നാൽ, അതേസമയം ഒരു കുട്ടി, തൻ്റെ പിതാവ് നീന്തൽ ചാമ്പ്യനായിരുന്നു, എപ്പോഴും നീന്തുകയും അതിൽ നിന്ന് സമ്മാനങ്ങൾ നേടുകയും ഒക്കെ കണ്ടു വളർന്നൊരു കുട്ടിയാണെങ്കിൽ ആ നീന്തൽ പഠിക്കാൻ പോകുമ്പോൾ ഈ 2 കുട്ടികളുമാണ് നീന്തൽ പഠിക്കാൻ പോകുന്നതെങ്കിൽ മുത്തശ്ശിക്ക്
കുട്ടിക്ക് അപകടം സംഭവിച്ച് കണ്ട കുട്ടിക്ക് നീന്തൽ പഠിക്കാൻ സമയം കുറച്ച് അധികം എടുത്തേക്കാം. കാരണം ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതും ഒക്കെ ഇദ്ദേഹത്തിന് ഭയത്തിന് കാരണമായേക്കാം. മറ്റേ കുട്ടിക്ക് അത് ഉത്സാഹത്തോടെ ആഹ്ലാദത്തോടെ അത് പഠിക്കാൻ തുനിയുകയും ചെയ്തേക്കാം. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും അത് വ്യത്യസ്തമായി സംഭവിച്ചേക്കാം. ഏതായാലും അറിഞ്ഞോ അറിയാതെയോ വ്യത്യസ്തമായ കാലയളവായിരിക്കാം. ആവർത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ലൈഫിൽ സംഭവിക്കുകയുള്ളൂ. ആവർത്തിക്കാത്തതെന്തും, അറിഞ്ഞോ അറിയാതെയോ ആവർത്തിക്കാത്തതെന്തും ജീവിതത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. പല്ല് തേക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ്. ഇതൊട്ടും തമാശയല്ല. അത് തിരിച്ചറിയണമെങ്കിൽ മറ്റേ കൈ കൊണ്ട് തേച്ച് നോക്കിയാൽ മതി അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ കഴിയും. ഒന്നുകിൽ പല്ല് വൃത്തിയാകില്ല, അല്ലെങ്കിൽ മോണ പൊട്ടും. ഏതായാലും അത് ഈസിയായി നടപ്പാക്കാൻ കഴിയില്ല. ഒരു കൈ കൊണ്ട് ഈസിയായി നടപ്പാക്കപ്പെടുന്നു, മറ്റേ കൈ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പല്ല് തേക്കുന്നത് പോലും, അതായത് ആവർത്തിക്കാത്ത ഒരു കാര്യവും ജീവിതത്തിൽ അനായാസം നടപ്പാക്കപ്പെടില്ല. ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യുന്നതിന് പിന്നിലെ ഒരേ ഒരു രഹസ്യം, ഒരേ ഒരു തിയറി, ഒരേ ഒരു സയൻസ്, മനുഷ്യന്റെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്ത് ജീവിതത്തിൽ അനായാസം ഒഴുക്കോടെ നാം അറിയാതെ നടപ്പാക്കുന്ന ആ ശേഷിയിലേക്ക് എന്ത് കാര്യം കൊടുക്കണമെങ്കിലും അതിൻ്റെ ഏറ്റവും അടിസ്ഥാന രഹസ്യമാണ് ആവർത്തിക്കുക എന്നുള്ളത്. ഡ്രൈവിംഗ്, അത് ആവർത്തിക്കണം. നീന്തൽ, അത് ആവർത്തിക്കണം. ഒരു ABCD വരെ ചൊല്ലണം, അത് ആവർത്തിക്കണം. നേരെ സബ് കോൺഷ്യസിന്റെ കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഏത് ലക്ഷ്യം നേടാനും. 10ാം ക്ലാസ് പരീക്ഷ പാസ്സാവണം, എൻട്രൻസ് പരീക്ഷ പാസ്സാകണം, IAS പാസ്സാവണം, അതിനാവശ്യമായ കാര്യങ്ങൾ ആവർത്തിക്കുക. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മാനസികമാവട്ടെ ഫിസിക്കലാവട്ടെ എന്ത് കാര്യങ്ങളാവട്ടെ, ജിംനേഷ്യത്തിൽ ബോഡി ബിൽഡർ ആവണം, അത് ആവർത്തിക്കണം. എന്തും ആവർത്തനം. ഈ രഹസ്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ ആവശ്യമുള്ള ലക്ഷ്യം നേടുക എന്നുള്ളത് എളുപ്പമാണ്. മടുത്തു പോകാതെ ആവർത്തിക്കുക എന്നുള്ളതാണ്. ഈ രഹസ്യം ബോധപൂർവം അറിയാത്തതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകൾ പരാജയപ്പെടുന്നത്. ഈ രഹസ്യം തിരിച്ചറിഞ്ഞില്ല എങ്കിലും ആവർത്തനത്തിൽ മടുപ്പ് കൂടാതെ മുന്നോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു തിയറി അറിഞ്ഞാൽ ലക്ഷ്യത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകുന്നത്, ലക്ഷ്യം നേടാൻ കഴിയാതെ പോകുന്നത്, മതിയായ കാലയളവ് ആ ലക്ഷ്യം നേടുന്നത് വരെ ആവർത്തിക്കാൻ മടുപ്പുണ്ടാകുന്നതാണ്. ഈ കാര്യത്തിൽ ഉസൈൻ ബോൾട്ടിന്റെ ഒരു പ്രസ്താവന വളരെ പ്രസക്തമാണ്, പ്രശസ്തവുമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എന്നോടൊപ്പം ആരംഭിച്ച എല്ലാവരും 4 മാസത്തിനുള്ളിൽ പിൻവാങ്ങിപ്പോയി, ഞാൻ മാത്രം ഇപ്പോൾ വരെയും തുടർന്നു. അദ്ദേഹം പറഞ്ഞത് 21-ാം വയസ്സിലാണ്. 12-ാം വയസ്സിലാണ് പരിശീലനം ആരംഭിച്ചത്. അവർ 12-ാം വയസ്സിൽ ആരംഭിച്ചു. ഉസൈൻ ബോൾട്ടിന്റെ ആദ്യ ഒളിമ്പിക് ഗോൾഡ് മെഡൽ കിട്ടുന്നത് 21-ാം വയസ്സിലാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം ഏതാണ്ട് 20 വർഷക്കാലത്തോളം അദ്ദേഹം ആവർത്തനം തുടർന്നു. ആവർത്തനം. ഇതാണ് മനുഷ്യരെ മനുഷ്യന് മടുപ്പുണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ആവർത്തനം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ബോറടിക്കാൻ തുടങ്ങും. പിന്നെയാണോ 4 മാസം, 3-4 മാസം ഒരേ കാര്യം ആവർത്തിക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് ബോറടിക്കാൻ തുടങ്ങും, വിരസത ഉണ്ടാകും. 4-5 ആഴ്ച ആദ്യ വിരസത, 4-5 മാസം മടുത്തു പോകുന്ന വിരസത, വർഷങ്ങളൊന്നും സാധാരണക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമേ ഇല്ല. ആ ലക്ഷ്യം, ഏത് ലക്ഷ്യമാകട്ടെ, ആ ലക്ഷ്യം നേടുന്നത് വരെ അതിനാവശ്യമായ ടെക്നിക്ക് അറിഞ്ഞോ അറിയാതെയോ ആവർത്തിക്കുമ്പോഴാണ് ആ ലക്ഷ്യം കരഗതമാവുക. അറിഞ്ഞോ അറിയാതെയോ ആവർത്തിക്കുമ്പോൾ, അത് ബോധപൂർവം അറിഞ്ഞ് ആവർത്തിക്കുന്നതിൻ്റെ പേരാണ് പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ്. ഡ്രൈവിംഗ്, കുട്ടിക്കാലം പോലെ വീട്ടിൽ വണ്ടിയുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുറ്റത്തൊക്കെ ഇട്ടിരുന്നത്, ഞാൻ നിയമവിരുദ്ധമായി ഒന്നിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, റോഡിൽ ഇറക്കി എന്നുള്ളതല്ല, വീട്ടുമുറ്റത്തോ മറ്റോ ഓടിച്ചോടിച്ച് അത്യാവശ്യം പരിശീലിച്ച ഒരാൾക്ക് ഒരുപക്ഷെ വീട്ടിലെ ഗ്രൗണ്ടിൽ എച്ചെടുത്തൊക്കെ പരിശീലിച്ചുകൊണ്ട് ഒരുപക്ഷെ പരിശീലനത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇല്ലെങ്കിലും മാതാപിതാക്കളെങ്കിലും അത് റോഡിൽ പരിശീലിപ്പിക്കേണ്ടി വരും, എൽബോർഡും വെച്ച്. ഏതായാലും ഒരിക്കൽ പോലും വണ്ടി കണ്ടിട്ടില്ലാത്ത, വണ്ടിയിൽ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളും അറിഞ്ഞ് പരിശീലിക്കുന്നത്, അറിഞ്ഞ് ആവർത്തിക്കാൻ പോകുന്നത്, അതെ, അറിഞ്ഞ് ആവർത്തിക്കാനായി അറിഞ്ഞുള്ള ആവർത്തനത്തിന് വിധേയമാകാൻ പോകുന്ന പ്രക്രിയയുടെ പേരാണ് പരിശീലനം. അറിഞ്ഞോ അറിയാതെയോ ആവർത്തിക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യും. അറിഞ്ഞോ അറിയാതെയോ ആവർത്തിക്കുന്നത് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യും. അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച കാര്യങ്ങൾ മാത്രമേ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യൂ, ജീവിതത്തിൽ നടപ്പാക്കപ്പെടും. അല്ലാത്തതൊന്നും ജീവിതത്തിൽ, അത് സാമ്പത്തിക ശേഷി ആർജിക്കുന്നതാകട്ടെ, ദാരിദ്ര്യത്തിൽ വീണ് പോകട്ടതാകട്ടെ, അതൊക്കെ കുട്ടിക്കാലം മുതലേ അറിഞ്ഞോ അറിയാതെയോ മാനസികമായും ശാരീരികമായും ആവർത്തിച്ചതിന്റെ പരിണിത ഫലങ്ങളാണ്. അപ്പം സാമ്പത്തിക ശേഷിയാണെങ്കിൽ മനസ്സിൽ ആ ലക്ഷ്യം, ഇപ്പം 5 ലക്ഷം മാസ വരുമാനം, 5 ലക്ഷം മാസ വരുമാനം, 5 ലക്ഷം മാസ വരുമാനം എന്ന് അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച, പണം മണി എന്ന് അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച ആളുകളുടെ ബ്രെയിനാണ്, മൈൻഡാണ്, ആ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ആണ് അവർക്കത്
പിന്നീട് നേടിക്കൊടുക്കുന്നത്. ഇത് ഭൂരിപക്ഷം ആളുകൾക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. 90% ആളുകളും ഇതൊക്കെ എന്ന് തള്ളിക്കളഞ്ഞ് കഠിനാധ്വാനത്തിന്റെ പിന്നാലെ. കഠിനാധ്വാനം മീൻസ് അതും ആവർത്തിച്ചാൽ നടപ്പാകും. അത് ആ ലക്ഷ്യബോധത്തോടെ പണം എന്ന് ചിന്തിച്ചാൽ അത് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യും. അതിനാവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കും. കാരണം ഈ ജീവിതത്തിൽ എന്തും മനുഷ്യനാൽ സാധ്യമായ എന്ത് കാര്യവും 2 പ്രാവശ്യം മാനിഫെസ്റ്റഡ്, 2 പ്രാവശ്യം സാക്ഷാത്കരിക്കപ്പെട്ടതാണ്. ഒന്ന് ആ മനുഷ്യന്റെ ബ്രെയിനിൽ, അത് ഏത് കാര്യമാവട്ടെ, ബർജ് ഖലീഫയാകട്ടെ, ഒരു സാധാരണ വീടാകട്ടെ, അതൊരു ആർക്കിടെക്റ്റിന്റെ, ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ അത് ആദ്യം പൂർണ്ണ രൂപത്തിൽ ഉണ്ടായിരുന്നു. പിന്നീടാണത് ഭൗതിക ലോകത്ത് അത് നടപ്പാക്കപ്പെടുന്നത്. സാമ്പത്തിക ലക്ഷ്യം ഉൾപ്പെടെ ജീവിതത്തിലെ ഏത് ലക്ഷ്യവും ബ്രെയിനിൽ ആദ്യം കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? നിരന്തരം നടപ്പാക്കി കിട്ടേണ്ടുന്ന കാര്യമാണെങ്കിൽ അത് നിരന്തരം ആവർത്തിക്കുക എന്നുള്ളതാണ്. ആവർത്തിക്കുന്ന കാര്യമാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ ആവർത്തിക്കുന്നത് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യുകയും അത് മനുഷ്യന്റെ ജീവിതത്തിൽ അറിയാതെ നടപ്പാക്കപ്പെടുകയും ചെയ്യും. ഒരാൾ ദരിദ്രനായി ജീവിക്കുന്നുവോ സമ്പന്നനായി ജീവിക്കുമോ എന്നുള്ളത് അത് അറിയാതെ ഒഴുക്കോടെ നടപ്പാക്കപ്പെടുകയാണ്. അത് ആ ഒരു ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്തതുകൊണ്ടാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ, അത് ചിന്താ സംസാരം പ്രവൃത്തി അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ചു, അത് ടേക്ക് ഓവർ ചെയ്തു, അത് നടപ്പാക്കിക്കൊണ്ടേ പോകുന്നു. അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യാത്ത ഒരു സംഗതിയും മനുഷ്യന്റെ ജീവിതത്തിൽ നടപ്പാക്കപ്പെട്ടില്ല. അത് പല്ല് തേക്കുന്ന ഉദാഹരണം തന്നെ. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കും, അപ്പോൾ പിൻവാങ്ങി പോകും. അപ്പോൾ പിന്മാറാതെ ആവർത്തനത്തിൽ മടുക്കാതിരിക്കുക എന്നുള്ളതാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. മടുക്കാതെ ഏത് ലക്ഷ്യമാണോ നേടേണ്ടുന്നത് ആ ലക്ഷ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ മടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോൾ വരെ? ആ ലക്ഷ്യം കരഗതമാകുന്നത് വരെ. പക്ഷെ ഇത് 90% ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞ് പിൻവാങ്ങി പോവുകയും വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഓരോ ദിവസവും ഇന്നൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരാഴ്ച ഒരു കാര്യം ചെയ്തു, സക്സസ് കണ്ടില്ല, അപ്പോൾ വേറൊരു കാര്യം ചെയ്യാൻ തുടങ്ങും. വേറെ സ്ഥലത്ത് കുഴിച്ചാൽ കിണറാകില്ല. ഒരാഴ്ച ഒരു കാര്യം ചെയ്തു, ആ ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചുകൊണ്ടിരിക്കണം. ഈ ഒരാഴ്ച ഒരു കാര്യം ചെയ്തു, മടുത്തു പോകും, വേറൊരു കാര്യത്തിലേക്ക് കിടക്കും, മടുത്തു പോകും, വേറൊരു കാര്യത്തിലേക്ക് കിടക്കും, മടുത്തു പോകും. അങ്ങനെയല്ല. ഏത് ലക്ഷ്യമാണോ നേടേണ്ടത് ആ ലക്ഷ്യത്തിന് ആവശ്യമായ കാര്യം ആ ലക്ഷ്യം നേടുന്നത് വരെ മടുത്തു പോകാതെ, ബോറടിക്കാതെ, വിരസതയില്ലാതെ ആവർത്തിക്കുക, പിന്നെയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏത് മേഖലയിലെയും വിജയത്തിന്റെ രഹസ്യം. ഇവിടെയും പലവട്ടം ഇപ്പൊ ഈ വീഡിയോയിലും പല പ്രാവശ്യം ആവർത്തിച്ചതിന്റെ കാരണം ആവർത്തിക്കുന്നത് തന്നെയാണ് മനുഷ്യന്റെ ബ്രെയിൻ ക്യാച്ച് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതൊന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. 90% ആളുകളും ഇത്തരം കാര്യങ്ങളെ പരിഹസിക്കുകയും അല്ലെങ്കിൽ അവഗണിക്കുകയെങ്കിലും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് 90% ആളുകളും പിന്തള്ളപ്പെട്ടു പോകുന്നത്. ഏതായാലും അറിഞ്ഞോ അറിയാതെയോ ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ടേക്ക് ഓവർ ചെയ്യുക. നമ്മുടെ ലൈഫിൽ നാം അറിയാതെ ഒഴുക്കോടെ നടപ്പാക്കിക്കൊണ്ടു പോവുക. അറിഞ്ഞ് ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടാനുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പണം ഉൾപ്പെടെയുള്ള, അത് ഡ്രൈവിംഗ് ആവട്ടെ, IAS ആവട്ടെ, എന്ത് തന്നെ ആകട്ടെ, അല്ലെങ്കിൽ ബോഡി ബിൽഡർ ആകട്ടെ, ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടാൻ ആവശ്യമായ കാര്യം അത് ആവർത്തിക്കാൻ വേണ്ടി പുറപ്പെട്ട് ആവർത്തിക്കാൻ വേണ്ടി വിധേയമാകുന്നതിന്റെ പേരാണ് പരിശീലനം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിയമമാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ, യാന്ത്രിക ശീലപ്രവർത്തനം. ബോധപൂർവ്വം ചിന്തിക്കുക. അല്ലെങ്കിൽ വീഡിയോ ആവശ്യമുണ്ട് ഒരു പ്രാവശ്യം കൂടെ ബോറടിച്ച് വീണ്ടും ഒരു പ്രാവശ്യം ആവർത്തിച്ച് കാണുക. ആവശ്യമെങ്കിൽ മാത്രം, ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയം സുനിശ്ചിതം തന്നെയാണ്.